മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരത്തെ മുൻഗാമികൾ വളർത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കൽ റബീഉൽ അവ്വൽ 12 ഉദാഹരണം പറയാം. റബീഉൽ അവ്വൽ 12 പെരുന്നാളിനേക്കാൾ, ചെറിയൊരുനാളിനേക്കാൾ, വലിയൊരുനാളിനേക്കാൾ, മദ്രസൻ്റെ വാർഷികത്തിനേക്കാൾ, മജ്ലിസുൻ നൂറിൻ്റെ വാർഷികത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക. എന്താ കാരണം വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഈമാൻ പറയുന്നത്. അപ്പോൾ റബീഉൽ അവ്വൽ 12 കുട്ടികളെ പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്വകാര്യത്തിൽ വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ? അപ്പോൾ സദർ ഉസ്താദ് പരിപാടികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്റ്റേജ് കയറിയിട്ട് ഹക്കാന കൊനമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി. അപ്പോൾ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന കുട്ടികളുണ്ടാവും, ഓല കീശയിലുണ്ടാവും കായ്. ഓൽക്കിങ്ങനെ തോന്നും, എന്താ ഈ പൈസ കീശയിൽ വെച്ചിട്ട് ഓല എടുത്തുങ്ങാണ്ട് കവറിലാക്കിങ്ങാണ്ടാണ് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ മദ്രസയുമായി ചുറ്റിപ്പറ്റി പഴമക്കാർ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെയൊക്കെയാണ് മദ്രസാ സംസ്കാരം എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മദ്രസ പൊളിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മദ്രസയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ തകർക്കുക എന്നതാണ്. കുറേ കാര്യങ്ങളുണ്ടാവും. ഈ മുമ്പൊക്കെ നമ്മളൊക്കെ ഈ നാട്ടിൽ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് തുണിയും കുപ്പായും കൊടുത്തിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഉസ്താദന്മാർക്കിട്ട് തുണിയും കുപ്പായത്തിൻ്റെ ആവശ്യമില്ലാതായിട്ടുണ്ട്, എന്തായാലും കൊടുത്തിരുന്നു. ഈ തുണിയും കുപ്പായും കിട്ടുക ആർക്കാ വെച്ചാൽ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനാണ് കിട്ടുക. ഇപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ 8ാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദിന്, 9 പോകണമെന്ന് വെച്ചാൽ 9 പഠിപ്പിച്ച ഉസ്താദിന്, 10 കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 10 പഠിപ്പിച്ച ഉസ്താദിന്, അങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനാണ് കിട്ടുക. ഈ ഉസ്താദിന് ഈ തുണിങ്കൊപ്പായം കിട്ടുന്നതോടുകൂടി ഉസ്താദിൻ്റെ കൽബിലുണ്ടാവും എൻ്റെ ശിഷ്യത്യാണല്ലോ അത്, കുട്ടിയുടെ കൽബിലുണ്ടാവും എൻ്റെ ഉസ്താദാണല്ലോ അത്. പുതിയ തലമുറയ്ക്ക് എൻ്റെ ഉസ്താദില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു കുട്ടീനെ വിളിച്ചിട്ട് കുട്ടി എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ എപ്പോഴും തമാശക്ക് പറയലുണ്ട്, നമ്മൾ കുളത്തൂരൊക്കെ വന്നിട്ട് പഴയ ആൾക്കാരോട് ആരോടേലും എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ കുന്നത്തള്ളിയിലെ മയമൂലയിലാണ് എൻ്റെ ഉസ്താദ് എന്ന് പറയും. ഓർക്കൊരു എൻ്റെ ഉസ്താദ് ഉണ്ട്, പുതിയ തലമുറക്ക് ഉണ്ടാവില്ല. പുതിയ തലമുറയുടെ എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ലല്ലോ. അല്ല, എന്നെ 5ൽ പഠിപ്പിച്ച 5ൽ പഠിപ്പിച്ചത് ഒരു താടിയുള്ള ആളായിരുന്നു പറഞ്ഞു ഒന്നാൾ. അല്ല, എന്നെ 6ൽ പഠിപ്പിച്ചോന്ന് ചോദിച്ചു, 6ൽ പഠിപ്പിച്ചത് ആ പാലത്തിൻ്റെ അപ്പുറം നിന്ന് വന്നിരുന്ന ഒരാളായിരുന്നു എന്ന്. ഇതൊക്കെ ഇപ്പോൾ ഹിന്ദുസ്ഥാനാവുമോ? ആ ആളെ പേരും ഊരും വിലാസമൊക്കെയാണ് പറയേണ്ടത്. ഞാൻ വേങ്ങര അടുത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെ ഒരു മദ്രസൻ്റെ 60ാം വാർഷികമാണ്. പുതിയ മദ്രസ പൊളിച്ച് നേരാക്കിയിട്ടുണ്ട്. 60ാം വാർഷികമാണ്, മദ്രസൻ്റെ ഉദ്ഘാടനമാണ്. അങ്ങനെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു പണി ചെയ്തു. 60 കൊല്ലമായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിലേക്ക് തിരഞ്ഞു വയ്ക്കുക. ഒരു സംഘം 2-3 ടീമൊക്കെ ഉണ്ടാക്കിയിട്ട് 60 കൊല്ലമായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിൽ തിരഞ്ഞു പോയി ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ വയ്ക്കുമെങ്കിൽ ഓല് ക്ഷണിച്ചു, വരാൻ വയ്യാത്തവർക്കൊരു ഹദിയ അപ്പം തന്നെ കൊടുത്തു. മരണപ്പെട്ടവരുടെ ഖബർ അന്വേഷിച്ചിട്ട് ഖബറിങ്ങ് പോയി ദ്വാരന്ന് കണ്ട് പോന്നു. ഒരു നല്ല കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ബോധം അവൻ്റെ ഗുരുനാഥൻ ആരാണ് എന്ന ബോധമാണ്. ഇതൊരു മദ്രസ സംസ്കാരമാണ്. പഴയ കാലത്തുണ്ടായിരുന്നു, പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയിട്ടുണ്ട്. എൻ്റെ ഉസ്താദ് തന്നെ സാധനമില്ല. ആരാ എൻ്റെ ഉസ്താദ് എന്ന് ചോദിച്ചാൽ അറിയില്ല. തലകെട്ടിയ ആളാണ്, തൊപ്പിട്ട ആളാണ്, പാലത്തിൻ്റെ അപ്പുറത്ത് വരുന്നതാണ്. ഇതൊക്കെയാണ് മറുപടി. അങ്ങനെയൊന്നും പോരല്ലോ. അപ്പം അങ്ങനെ ഒരു സാധനം ഇല്ലാതെയായി പോവുകയാണ്. അതുകൊണ്ട് എന്താ മനുഷ്യന് സംഭവിക്കുക? ചോദിക്കാനും പറയാനും ആളില്ല. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ആരോടൊപ്പം ചോദിക്കുക, ആരോടാ പറയുക? ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതിനെയാണ് മദ്രസ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം മദ്രസക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മാനേജ്മെൻറ്റിനോടുള്ള സമീപനമാണ്. നടത്തിപ്പുകാരോട്, കാര്യകർത്താക്കളോട് 2 സമീപനങ്ങളാണ് മനുഷ്യനുണ്ടാകുക. ഒന്ന്, വിഷയം ശരിയാണ്, ആൾക്കാർ ശരിയല്ല എന്ന് പറയും. അതാണ് അബൂജാഹിലിൻ്റെ സമീപനം എന്നാണ് ലഅനത്തുല്ലാഹി അലൈഹി അതിന് പറയാം. രണ്ടാമത്തെ ഒന്നുണ്ട്, ആളൊക്കെ ശരിയാണ്, വിഷയം ശരിയല്ല എന്ന് പറയും. അതിന് അബൂ സുഫിയാൻ്റെ സമീപനം എന്ന് പറയും. അബൂജാഹിലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ആളാന്ന് അഭിപ്രായം ഇല്ല.
വിഷയം ശരിയാണ്, അള്ളാഹു തആല ഒന്ന് തന്നെയാണ്, ദ്വാരക്കൽ അള്ളാഹിനോട് തന്നെയാണ് നല്ലത്, കാബൻ്റെ ഉടമസ്ഥനാണ്, കാബ സംരക്ഷിക്കാൻ അള്ളാഹ് തന്നെയാണ് ഉള്ളത് എന്നൊക്കെ അബൂജഹലിന് അഭിപ്രായം ഉണ്ടായിരുന്നു. അതേ സമയത്ത് ഈ നാട്ടിലിപ്പോൾ ഒരു നബി വരികയാണെങ്കിൽ അതാ യത്തീംകുട്ടി ആകണതൊന്നും ശരിയാവില്ല, എന്നെപ്പോലത്തെ ആരെങ്കിലുമൊക്കെയാണ് ആവേണ്ടത്, അപ്പോൾ ആൾ ശരിയല്ല, വിഷയം ശരിയാണ് എന്ന അഭിപ്രായമാണ് അബൂജഹലിനുണ്ടായിരുന്നത്. രണ്ടാമത് അബൂ സുഫിയാന് ഹിർക്കൽ രാജാവിൻ്റെ, ഫലസ്തീൻ ഭരിച്ചിരുന്ന രാജാവിൻ്റെ രാജസിംഹാസനത്തിൽ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു, മുഹമ്മദ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പറഞ്ഞ ആളൊന്നും കുഴപ്പമില്ല, ഇതുവരെ നുണ എന്തേലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഇതുവരെ നുണയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഓൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ ഇനി പറയുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആളൊന്നും കുഴപ്പമില്ല, വിഷയം ശരിയല്ല എന്നുള്ളതാണ് മൂപ്പര്. ഇത് രണ്ടും ഉണ്ടാവും. സംഗതി നമുക്ക് വേണ്ടത് ആളും ശരിയാണ് വിഷയം ശരിയാണ് എന്ന ഒരു ബോധമാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉണ്ട്. നമ്മളെന്തേ സെക്രട്ടറി ആവാഞ്ഞത്, ആകാൻ പറ്റാത്തതുകൊണ്ട്, നമ്മളെ പ്രസിഡൻ്റ് ആയാലും വേറെ ആളുള്ള എന്ത് അയാളെ പറ്റിയതുകൊണ്ട് നമ്മളെ പറ്റാത്തതുകൊണ്ടും, അതുകൊണ്ട് ഇനി അയാൾ പറയണത് കേൾക്കുക, അയാൾ പറയണത് അനുസരിക്കുക, അങ്ങനെ നേതൃത്വത്തെ അനുസരിക്കുക എന്ന ഒരു തരത്തിലേക്ക് രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ മാറിയെങ്കിൽ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. പിന്നെ മുസാഫിൻ്റെ നടുക്കണ്ടം വെട്ടിയെടുത്തുങ്ങാണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറി ആക്കൊന്നുമില്ല, ഉള്ളയിൽ പറ്റിയതിനെ പിടിച്ചിട്ടേ ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ടാവുകയുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമാകുന്ന സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് കാര്യങ്ങളുടെ വിജയമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തൊരു വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കലല്ല, ദീൻ പരിശീലിപ്പിക്കലാണ്. ഇപ്പം നമ്മളെ മദ്രസയിലെ മുഅല്ലിമുകൾ കൊടുക്കുന്ന ട്രെയിനിങ് നോട്ടിൽ ദീനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുത്ത് പറയുന്നത്, ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു എന്നാണ്. പഠിപ്പിക്കുന്നതിന് എന്നല്ല, പരിശീലിപ്പിക്കുന്നതിന് എന്നാണ്. പഠിപ്പിക്കൽ ആവശ്യമാണ്, അത് സർട്ടിഫിക്കറ്റ് കിട്ടാനാണ്. സർട്ടിഫിക്കറ്റും ആവശ്യം തന്നെയാണ്, ആവശ്യമില്ലാത്ത സാധനമൊന്നുമല്ല. പഠിപ്പിച്ച് പരീക്ഷ എഴുതിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. 5ാം ക്ലാസ് കഴിഞ്ഞ് പൊതുപരീക്ഷയിൽ പാസ്സായി ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പരീക്ഷയിൽ ജയിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതൊക്കെ ശരിയാണ്. ഉദ്ദേശത്തിൽ 5ാം ക്ലാസ് പാസ്സായി എന്ന് പറയാൻ പറ്റണമെങ്കിൽ നിൽക്കാനാണ് തുടങ്ങണം. ആരും പറയാതെ, വാപ്പാൻ്റെ പ്രേരണ ഇല്ലാതെ, അമ്മാൻ്റെ പ്രേരണ ഇല്ലാതെ നിസ്കാരണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 5ാം ക്ലാസ് പാസ്സായി എന്ന് പറയാം. 7ാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശാർത്ഥത്തിൽ പറയാൻ കഴിയണമെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കലും പലിശ വാങ്ങലും പലിശൻ്റെ ഇടപാടും ഓനാണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ 7ാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശത്തിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെയും മതവിദ്യാഭ്യാസത്തിൻ്റെയും ഉദ്ദേശം പഠിപ്പിക്കലല്ല, പരിശീലിപ്പിക്കലാണ്. ഈ കാര്യം ജീവിതത്തിലാണ്ട് ഉണ്ടായിത്തീരലാണ്. കാര്യം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കണം, അല്ലാതെ ഉണ്ടാവില്ല. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരിക്കണം. അപ്പോഴാണ് കാര്യം ശരി. അപ്പോൾ ഈ ഹാറൂർ റഷീദിൻ്റെ കഥ ഉണ്ട്. നമ്മളെ മദ്രസയിലെ കുട്ടികളൊക്കെ താരീഖിൽ അമീൻ മഹ്മൂന് പറഞ്ഞിട്ട് 2 ആൾക്കാരുടെ താരീഖ് പറയുന്നുണ്ട്. ഹാറൂർ റഷീദിൻ്റെ 2 മക്കളാണ് അമീനും മഹ്മൂനും. അവരുടെ താരീഖ് പറയണത് എന്താ വെച്ചാൽ ഉസ്താദിൻ്റെ ചെരുപ്പ് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു, അങ്ങനെ വലിയ ആൾക്കാരായി എന്നതാണ് പറയുന്ന കാര്യം. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇവരുടെ വാപ്പ ഹാറൂൺ റഷീദ് ഒരു കല്യാണം കഴിച്ചു. അങ്ങനെ തൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊടുന്നു. ഭാര്യ ആദ്യത്തെ ദിവസം തന്നെ പിണങ്ങിപ്പോവുകയാണ്, തെറ്റിപ്പോവുകയാണ്. അതിൽ ഭാര്യയോട് ചോദിച്ചു, എന്താ തെറ്റിപ്പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ സുബ്ഹിൻ്റെ ബാങ്ക് കേൾക്കാതിരുന്നിട്ടില്ല, ഇവിടെ വന്നതിന് ശേഷം ബാങ്ക് കേൾക്കണില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് കാരണം. ഹാറൂൺ റഷീദ് കൊട്ടാരത്തിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിലൊരു മുക്കിറിനെ നിയമിച്ച് ബാങ്ക് കൊടുക്കാൻ വേണ്ട ആളെ ഏർപ്പാട് ചെയ്തിട്ട് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുന്നു എന്നാണ് താരീഖ്. നമ്മുടെ വീട്ടിൽ ബാങ്ക് കേൾക്കലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കലുണ്ടോ?